എല്ലാ കൂട്ടുകാർക്കും വേട്ടക്കാരന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ ഏവരും തമ്മിൽ മികച്ച പ്രതികരണമായിരുന്നു. ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാം മാധവ് സുരേഷിലേക്ക്. മലയാള സിനിമ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം ഇന്നത്തെ അദ്ദേഹത്തിന്റെ മന്ത്രി പദവിയൊന്നുമല്ല. അഭിനേതാവായും രാഷ്ട്രീയ നിരീക്ഷകനായും ടെലിവിഷൻ അവതാരകനായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പച്ചയായ മനുഷ്യനായും അങ്ങനെ ഒട്ടനവധി വേഷങ്ങളിൽ ക്യാമറയ്ക്ക് മുന്നിലായും പിന്നിലായും നിറഞ്ഞു നിന്നിരുന്നെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പോലീസ് വേഷങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഗോകുൽ സുരേഷും മാധവ് സുരേഷും അച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്ന സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മാധവ് സുരേഷ് തന്നെയാണ്. മാധവ് സുരേഷ് അച്ഛൻ്റെ അഭിനയ നിലവാരത്തിനൊത്ത് ഉയരാഞ്ഞത് പ്രേക്ഷകരിൽ നീരസത്തിനിടയാക്കിയിട്ടുണ്ട്. മാധവ് സുരേഷ് അഭിനയിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലെങ്കിലും മാധവ് സുരേഷിൻ്റെ മാസ് ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ചുരുക്കി പറഞ്ഞാൽ എയറിലാണെന്ന് സാരം. വീണാൽ വീണെടുത്ത് തന്നെ കിടക്കുന്നതല്ല, വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുന്നവൻ്റേതാണ് യഥാർത്ഥ വിജയം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് മാധവ് സുരേഷും അച്ഛനെ പോലെ മികച്ചൊരു നടനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും സുരേഷ് ജി സൂപ്പർ ആയിരുന്നു കേട്ടോ. ആ വരവും ഏമാന്മാരുടെ കുത്തിനെ പിടിച്ചെന്ന് ചിറ്റ് പറഞ്ഞതും എൻ്റെ പൊന്നോ, കേട്ടിട്ട് തന്നെ എൻ്റെ മീശ വരെ രോമാഞ്ചം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പോയി. എന്നാൽ മകൻ മാധവ് സുരേഷിൻ്റെ ഡയലോഗ് കേട്ട് ഞാൻ ഞെട്ടി മാമ, ഞാൻ മാത്രമല്ല കേരളക്കരെ ആകെ ഞെട്ടി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഞെട്ടിയാലോ? നമ്മൾ അനാഥരാണ്, പക്ഷേ ഗുണ്ടകളല്ല. അപ്പോൾ ഇവനാണ് നമ്മ പറഞ്ഞ നടൻ. സുരേഷ് ജി വർഷങ്ങളെടുത്തു സൂപ്പർ സ്റ്റാർ ആകുന്നതിന് വേണ്ടി. എന്നാൽ മകന് ഒരു നിമിഷം മാത്രമേ എടുത്തുള്ളൂ അതുക്ക് മേലെ എവിടെയോ എത്തുന്നതിന്. കാക്കയ്ക്ക് പോലും പിടിച്ചില്ല. സുരേഷ് ജിയുടെ മാസ് ഡയലോഗ് കേട്ട് എൻ്റെ മീശ പോയൊരു പോക്ക് നിങ്ങൾ കണ്ടു കാണും. എന്നാൽ മകന്റെ ഡയലോഗ് കേട്ട് എൻ്റെ മീശ പോയൊരു പോക്കേ, മീശയ്ക്ക് പോലും പുച്ഛം. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുവാണ്, ഇതെനിക്ക് വേണം. ഒന്നാം വട്ടം തൃശ്ശൂർ എടുക്കാൻ ചെന്ന സുരേഷ് ജിയോട് തൃശ്ശൂരുകാരൽപ്പം നീരസം കാട്ടി. എന്നാൽ രണ്ടാം വട്ടം സുരേഷ് ജി തൃശ്ശൂർ എടുക്കുക തന്നെ ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയറിലാകാതെ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് മാധവ് സുരേഷിനെ പോലെ. സുരേഷ് ജി നമ്മളെ ഷിറ്റ് കാണിച്ച് ഞെട്ടിച്ചെങ്കിൽ മകൻ മാധവ് സുരേഷ് നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് ചെയ്തത്. മണിക്കുട്ടി ഓടിയത് ഈ സുരേഷ് ജി അറിഞ്ഞു. എന്നാൽ സ്വന്തം മകന്റെ തേരോട്ടം അറിയാതെ പോയ ഈ അച്ഛന്റെ മാധവ് സുരേഷ് പച്ചാളത്തിന് ശിഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്നീ സ്ഥിതി വരില്ലായിരുന്നു. ഇതേപോലെ നടനാകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നവരസങ്ങൾക്ക് പുറമെ പച്ചാളത്തിന്റെ രസങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. സിനിമ റിലീസായതിനു ശേഷം വീട്ടിലേക്ക് ചെല്ലുന്ന മാധവ് സുരേഷ് നമുക്കൊന്ന് കണ്ടാലോ? എന്തെങ്കിലും പോരാ, സ്വപ്പനമായിട്ട് തന്നെ വേണം. കിട്ടിയ ഉപഹാരം കണ്ട് ഞെട്ടിയ സുരേഷ് ജി പറഞ്ഞത്, ഇതിനുള്ളിൽ അച്ഛാ പാന്റ് എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? സിനിമയുടെ റിലീസിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ മാധവ് സുരേഷിൽ നിന്ന് പ്രേക്ഷകർ എന്താണെന്ന് പ്രതീക്ഷിച്ചതെന്ന് കണ്ടുനോക്കിയാലോ? ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ, ഞങ്ങളുടെ ജീവനാണ്, കണ്ണിലുണ്ണിയാണ്. എന്നാൽ റിലീസിന് ശേഷമോ നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നിരപ്പെട്ടെണ്ടികള്, പന്നികള്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.